ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു തൻ്റെ അമ്മ ശാരിയല്ല താരയാണ് എന്ന സത്യം തിരിച്ചറിയുകയാണ്. എങ്കിലും തൻ്റെ മനസ്സിനെ അത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. DNA ടെസ്റ്റിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു വിശ്വാസത്തിലാണ് സരയു മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം എന്തായാലും ശാരി പ്രസവിച്ച ആ ഹോസ്പിറ്റലിലേക്ക് പോകുകയും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കുകയും എന്തായാലും വൈകാതെ തന്നെ അവൾ ആ സത്യം തിരിച്ചറിയുകയാണ്. ശാരി പ്രസവിച്ച കുഞ്ഞുടനെ മരണപ്പെട്ടു എന്നും അതുപോലെ തന്നെ അതിന് പകരം തന്നെ ശാരിക്കരികിൽ കൊണ്ടു കിടത്തിയതാണെന്നും അത് താരയുടെ കുഞ്ഞ് ഞാൻ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ തൻ്റെ മനസ്സിലുള്ള ഒരു ഭാരം ഇറക്കി വെക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ മനോഹറിനോട് സത്യങ്ങൾ തുറന്നടിക്കുകയാണ്. അങ്ങനെ മനോഹറിനെയും കൂട്ടി പുറത്തേക്ക് ഒരു ഔട്ടിംഗ് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ മനസ്സിൽ എന്താ വിഷമം പറയ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പം മനോഹറിന് അറിയാം എന്തായാലും തന്നെ പറ്റിയുള്ള രഹസ്യങ്ങളല്ല അറിഞ്ഞിട്ടുള്ളത്, അത് വേറെന്തോയാണ്. എന്തായാലും അത് അറിഞ്ഞിരിക്കാൻ തന്നെ മനോഹർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സരി പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും എൻ്റെ അച്ഛനും അമ്മയും എന്ന് കരുതിയ തൻ്റെ അച്ഛനും അമ്മയും സ്വന്തമല്ല. അച്ഛൻ സ്വന്തമാണ്, പക്ഷെ അമ്മ എൻ്റെ സ്വന്തമല്ല. ആ അമ്മ അവിടേക്ക് ഒരു മിണ്ടാത്ത സ്ത്രീ പലപ്പോഴായിട്ട് നമ്മളെ വീട്ടിലേക്ക് വരാറില്ലേ, ആ സ്ത്രീയുടെ മകൾ തന്നെയാണ് ഞാൻ എന്ന് ആ സത്യം തുറന്നടിക്കുമ്പോൾ ആകെ ഒന്ന് ഞെട്ടിയ പോലെ മനോഹർ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. സത്യമാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് പറയാണ്. മനോട്ടൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ വെറുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് മോളെ ഞാൻ സ്നേഹിച്ചത്, അല്ലാതെ വേറൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് മനോഹറും സരയൊക്കെ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം മനോഹറിൻ്റെ ആയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സരയിനൊരു ആശ്വാസമാവുകയാണ്. എന്തായാലും തന്നെ വെറുത്തില്ലല്ലോ, തന്നെ ചേർത്ത് പിടിക്കുക തന്നെയല്ലേ ചെയ്തത് എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ വൈകാതെ തന്നെ മനോഹറിനെ പറ്റിയുള്ള ആ ഒരു സത്യം കൂടി സരയു തിരിച്ചറിയുകയാണ്. മനോഹർ ഒരു ഭൂലോക ഫ്രോഡാണെന്നും അവൻ ലോകം മുഴുവനും അവന് ഭാര്യമാരുണ്ടെന്നും അതുപോലെ കുഞ്ഞുങ്ങളുണ്ടെന്നും പൈസയ്ക്ക് വേണ്ടി അവനിങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ച് അവരുടെ ജീവിതം തകർക്കുന്ന ഒരുത്തനാണ്, അതിലും താനും പെട്ടുപോയതാണ് ആ വലയിൽ എന്നൊക്കെ സരയുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അറിയുമ്പോൾ സരയു ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ സരയു എന്തായാലും അവനെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുന്ന പോലെ തന്നെ, കാരണം തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ താൻ ഇതറിഞ്ഞെന്നുള്ളതും മനോഹറിനെ അറിയിക്കാതെ തന്നെ അവനെ സ്നേഹിച്ച് അടുത്തുകൂടിയിട്ട് അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊന്നതിന് ശേഷം അപ്പോൾ നമ്മുടെ ശാരിയും രാഹുലൊക്കെ കരയുകയാണ് ചെയ്യുന്നത്, മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് തൻ്റെ പിഞ്ചു കുഞ്ഞിനെ അവൾ തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി, അതായത് താരയെ വിളിച്ചു വരുത്തി താരയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി എൻ്റെ കുഞ്ഞിനെ അമ്മ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താരയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അമ്മ കരയണ്ട, എൻ്റെ അമ്മ തന്നെയാണ് നിങ്ങൾ. എന്തായാലും വളരെ ചെറുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. ഒരു കുഞ്ഞിൻ്റെ കളിച്ചിരിയും വളർച്ചയും ഒന്നും കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാഴ്ച, ആ ഒരു ഇത് എൻ്റെ കുഞ്ഞിലൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഞാൻ വരുന്നവരെ, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ എൻ്റെ കുഞ്ഞിനെ അമ്മ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ശാരി നോക്കി നിൽക്കെ തന്നെ കുഞ്ഞിനെ താരയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസിൽ പിടികൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരയു. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.